നിങ്ങളോടല്ല ഞാൻ കുറച്ച് സംസാരിച്ചത്. അത് നല്ല സിനിമയായിരുന്നു. ഒരു അട്ടപ്പാടിയിലേക്ക് ഒരു യാത്ര പോയ ഒരു ഫീല്, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടതിന്റെ സന്തോഷം. ബിഗ് സ്ക്രീനിൽ റിയ, മെറീന, പിന്നെ റാഫി, അഖിൽ ഷാ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഭാഗമായിട്ടുള്ള സിനിമയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ബിഗ് സ്ക്രീനിലൊക്കെ വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. റിയയുമായിട്ടൊരു 9 വർഷത്തെ ഒരു ബന്ധമാണ് ഞങ്ങളുടെ റിയയും ഞാനും തമ്മിൽ. 2016 മുതൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ താമസിച്ചതാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നു. റിയയുടെ ഉയർച്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പെർഫോമൻസ് എല്ലാം നല്ലതാണ്. നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നല്ല സിനിമയായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് റിയ ഇഷയുണ്ട്, പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മെറീന, ബിപിൻ, അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. നല്ല സിനിമയോടൊപ്പം അതുപോലെ ആസ്വദിക്കപ്പെടുന്ന കുറേ നല്ല രീതിയിലുള്ള പിക്ചറൈസേഷൻ ചെയ്തിട്ടുള്ള നല്ല പാട്ടുകൾ കോർത്തിണക്കിയിട്ടുണ്ട്. അതും കൂടുതലിനെ വളരെ മനോഹരമാക്കി. മൊത്തത്തിൽ ഓവറോൾ നല്ല സിനിമയാണ്. നമുക്ക് കാണാൻ പറ്റിയ നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇതുവരെ കണ്ട സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ്. പിന്നെ പുതുമുകൾ അണിയിച്ചൊരുക്കിയ ഒരു സിനിമ എന്നൊരു ഫീലില്ല. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ പ്രയത്നമുള്ള ഒരു സിനിമ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടം. നല്ല സ്റ്റോറിയാണ്. എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തായിരുന്നു സിനിമയിൽ? കോസ്റ്റ്യൂമാണ്. ഓഹോ ഓക്കെ അതുകൊണ്ടാണ്. എങ്ങനെയുണ്ടാവും കോസ്റ്റ്യൂമിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ? പറ്റിയ പ്രിപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു കോസ്റ്റ്യൂമിന്? പറ്റിയ പ്രിപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സൂപ്പർ പടം. ഷാഫിയെ പിക്കാനാണ് ഒരു സ്ക്രിപ്റ്റ്. ഷാഫിയെ പിക്കാനാണ് എൻ്റെ സ്ക്രിപ്റ്റ്. കൂടാതെ ഷാനും ഷാഫി കൂട്ടുകെട്ടിൽ പുതിയൊരു ഫിലിമാണ്. കൂടാതെ ഇതിൻ്റെ DOP പ്രത്യേകിച്ച് എടുത്തു പറയണം, സജീർ കൊപ്പ. പുള്ളി ബോളിവുഡിൽ ഈവൻ്റൊക്കെ വീഡിയോ എടുത്ത് തരുന്ന ആളാണ്. പുള്ളി ആദ്യമായിട്ടാണ് സിനിമ. അത് ഇത് തിരിച്ചറിയില്ല. ആ പ്രത്യേക അനുഭവിക്കണം സജീർ കൊപ്പനാണ് അതിൻ്റെ വിഷ്വലൊക്കെ എടുത്ത്. പിന്നെ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകല്യം വന്ന് തകർത്ത് അഭിനയിക്കുകയാണ് നമ്മുടെ ബിപിൻ ജോർജ്. ഒന്നും പറയാനില്ല, നല്ല കഥാപാത്രം. പിന്നെ കൂടാതെ ഒരു ട്രാൻസ്ഫോർമർ അഭിനയിച്ചു. പിന്നെ കൂടാതെ അവരെ മുഖത്തുള്ളത് തകർത്ത് അഭിനയിക്കാൻ എല്ലാവരും കലക്കിയിട്ടുണ്ട്. നല്ല സ്റ്റോറി, നല്ല മേക്കിംഗ്, ഒന്നും പറയാനില്ല. നല്ലതെന്ന് പറയാം. സെക്കൻഡ് ഹാഫ് ഗംഭീര അഭിപ്രായം. അതാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്.